ഹായ്, ഗുഡ് മോർണിംഗ്. ഫാമിലി പ്ലസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറയുന്നത് ഇന്നലെ സംഭവിച്ചൊരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലെ ഗോൾഡ് ടേക്ക് ഓവർ ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട് ഒരു കസ്റ്റമറിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് ഗോൾഡ് ടേക്ക് ഓവർ ചെയ്യുകയായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ആ ബാങ്കിലേക്ക് പോവുകയും അപ്പോൾ അവർ സംസാരിച്ചത് നിങ്ങളുടെ SBIയിലേക്ക് ആ പൈസ 2,50,000 രൂപയോളം വേണ്ടി വന്നു ആ ഗോൾഡ് ടേക്ക് ഓവർ ചെയ്യാൻ. ആ എമൗണ്ട് SBIയിൽ ഇടുക, നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കസ്റ്റമർ ആ 2,50,000 രൂപയോളം SBIയിൽ ഇട്ടു. SBIയിൽ ഇട്ടതിന് ശേഷം അവർ പറഞ്ഞു ഒരു 1,004 രൂപ വീതം കട്ടായി പോകും, കൗണ്ടിങ് ചാർജായി വരും, കൗണ്ടിങ് സർവീസ് ചാർജാണ് എന്നാണ്. 1,004 രൂപ എന്ന് പറയുമ്പോൾ 1,50,000 1 ലക്ഷത്തിന് വേണ്ട ആവശ്യമില്ല. 1 ലക്ഷത്തിന് മേലെയാണ് ആ കൗണ്ടിങ് സർവീസ് ചാർജ് അപ്ലിക്കബിൾ ആവുന്നത്. അതായത് 1,50,000 രൂപയ്ക്ക് 2,50,000 നിന്ന് 1 ലക്ഷം മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്ന 1,50,000 രൂപയ്ക്ക് കൗണ്ടിങ് സർവീസ് ചാർജ് കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. അതായത് 150,000, അതായത് ഏകദേശം 600 രൂപയോളം നമ്മൾ ജസ്റ്റ് കൗണ്ട് ചെയ്യുന്നതിന് നമ്മൾ ബാങ്കിൽ ക്യാഷ് കൊടുക്കണം, നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ചാർജായിട്ട്. അതത്ര സുഖം എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുപോലെ തന്നെ മറ്റ് ബാങ്കുകളിൽ കാണുമ്പോൾ പല ചാർജുകളും, ആനുവൽ സർവീസ് ചാർജുകൾ, ATM സർവീസ് ചാർജുകൾ, ഗോൾഡ് സ്ലിപ്പ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈന്, പിന്നെ ലോണുകൾ കൂടുതൽ പെട്ടെന്ന് അടച്ചു തീർത്താൽ അതിന് വേറെ എമൗണ്ട് അഡീഷണൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന അവസ്ഥ. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം ചാർജുകൾ ആവശ്യത്തിനും അനാവശ്യവുമായിട്ട് പല മിസ്ലിനിയസ് ഇൻകം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതായത് പ്രത്യേകിച്ച് നമ്മളിത് കാണുന്നത് തന്നെ ന്യൂ ജനറേഷൻ ബാങ്കുകളിലാണ്. CSB, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, അങ്ങനെ ധനലക്ഷ്മി ബാങ്ക്, അങ്ങനെ തുടങ്ങിയ ന്യൂ ജനറേഷൻ ബാങ്കുകളും ഷെഡ്യൂൾ ബാങ്കുകളുമാണ് ഇത്തരം ഇത്തരം മിസ്ലിനിയസ് ഇൻകം വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ അറ്റാദായം നമ്മൾ പേപ്പറിൽ കാണാറുണ്ടല്ലോ, ത്രൈമാസ ലാഭം 150 കോടി, 300 കോടി, 400 കോടി എന്നൊക്കെ. പക്ഷേ സാധാരണക്കാരൻ പിഴിഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന ഒരു ലാഭമാണിത്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളെയും നല്ല രീതിയിൽ പിഴിയുന്നുണ്ട്, ലോൺ എടുത്ത ആളെയും നല്ല രീതിയിൽ പിഴിയുന്നുണ്ട്. ഒരു പിഴിയുന്നതിനൊരു സാമാന്യമായ ഒരു മര്യാദ വേണ്ടേ? അത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ എന്തുകൊണ്ടാണ്, ഇതൊക്കെ RBI കീഴിലുള്ള ബാങ്കുകളാണ്. സഹകരണ സംഘത്തിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വളരെയധികം പ്രശ്നങ്ങളിലൂടെയാണ് സഹകരണ സംഘം നീങ്ങുന്നത്. ഓക്കെ, അതിന് RBI ലൈസൻസ് ഇല്ല സഹകരണ സംഘത്തിന്. മറ്റ് ഷെഡ്യൂൾ ബാങ്കുകൾക്കും നാഷണലൈസ്ഡ് ബാങ്കുകൾക്കും RBI ലൈസൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ബാങ്കുണ്ട്, അർബൻ ബാങ്കുകൾ. അർബൻ ബാങ്കുകൾക്കും RBI ലൈസൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അർബൻ ബാങ്കുകൾ ഇത്തരം മിസ്ലിനിയസ് ഇൻകം വർദ്ധിപ്പിക്കാവുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ കൗണ്ടിങ് സർവീസ് ചാർജുകളോ ഈടാക്കുന്നില്ല? അവർ നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടത്ര മൂല്യമാണ് അർബൻ ബാങ്കുകൾ ചെയ്തു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അർബൻ ബാങ്കുകളിൽ നിക്ഷേപിച്ചുകൂടാ? കാരണം RBIയുടെ അതേ ലൈസൻസുള്ള ഷെഡ്യൂൾ ബാങ്കുകളും ജനറേഷൻ ബാങ്കുകളും ന്യൂ ജനറേഷൻ ബാങ്കുകളും നൽകുന്ന അതേ സെക്യൂരിറ്റി അർബൻ ബാങ്കുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, അർബൻ ബാങ്കുകളിൽ നിങ്ങൾക്ക് നിക്ഷേപിച്ചുകൂടും. നിങ്ങൾ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ തന്നെ പിഴിയുന്നൊരു സംവിധാനം മറ്റ് ജനറേഷൻ ബാങ്കുകൾ, ഷെഡ്യൂൾ ബാങ്കുകളും നടത്തി വരുന്നു. അതിനൊക്കെ നിങ്ങൾ എന്തിനാണ് ഇരയാകുന്നത്? നിങ്ങൾ നൽകുന്ന പൈസയ്ക്ക് അതേ മൂല്യം തന്നെ, അതേ സർവീസ് തന്നെ നിങ്ങൾക്ക് അർബൻ ബാങ്കുകളിൽ ലഭ്യമാണല്ലോ. ഗുരുവായൂർ അർബൻ ബാങ്കും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ, ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ അർബൻ ബാങ്ക് എന്നീ 3-4 അർബൻ ബാങ്കുകൾ തന്നെ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ അവൈലബിൾ ആണ്. അതായത് ഓരോ അർബൻ ബാങ്കുകൾക്കും 10-15 ബ്രാഞ്ചുകൾ, 20-25 ബ്രാഞ്ചുകൾ അടക്കമുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് അവരുടേതായ രീതിയിലുള്ള അർബൻ ബാങ്കുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ അത്തരം അർബൻ ബാങ്കുകളിൽ കോൺടാക്ട് ചെയ്യുന്നതല്ലേ കൂടുതൽ നല്ലത്. നിങ്ങളുടെ പൈസയ്ക്കുള്ള മൂല്യം നിങ്ങൾ കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ മാത്രം. അവർ നിങ്ങൾക്ക് നൽകുന്ന സൗകര്യം, ചിലപ്പോൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ നിങ്ങൾക്ക് സൗകര്യം നൽകുന്നത് ഒരുപക്ഷെ നല്ല AC ആയിരിക്കാം. പക്ഷേ ഒരു വർഷം കൊണ്ട് തന്നെ ഒരു പുതിയൊരു AC വീട്ടിൽ വെക്കാനുള്ള പൈസ നിങ്ങളിൽ നിന്ന് ഈടാക്കാം.
അതാണ് ന്യൂ ജനറേഷൻ ബാങ്കുകളും ഷെഡ്യൂൾ ബാങ്കുകളിൽ നിന്ന് അർബൻ ബാങ്കുകൾ വ്യത്യസ്തമാകുന്നത്. സർവീസിനൊത്ത പൈസ മാത്രമേ, സർവീസ് ചാർജുകൾ മാത്രമേ അർബൻ ബാങ്കുകൾ വാങ്ങുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന് പ്രത്യേകത. അതും റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമുള്ള അർബൻ ബാങ്കുകൾ. ഓക്കെ, ഗുഡ് ബൈ.